മഹാരാഷ്ട്ര മഹാവികാസ് അഘാഡിയിൽ സീറ്റ് തർക്കം രൂക്ഷം. ശരത് പവാറിന്റെ വസതിയിൽ നേതാക്കൾ യോഗം ചേരുകയാണ്. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 6 സീറ്റുകളിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് പക്ഷവും തമ്മിലാണ് തർക്കം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മുംബൈയിൽ സമാപിക്കും. അംബേദ്കർ സ്മാരകമായ ചൈത്യഭൂമിയിലാണ് യാത്ര അവസാനിക്കുക. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഈ തർക്കം ഇങ്ങനെ അപരിഹാര്യമായി തുടരുന്നതിൻ്റെ കാരണം? ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഞാനിപ്പോൾ ഉള്ളത് മുംബൈക്കടുത്ത് ധാനയിൽ ഭീവണ്ടി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര എത്തി നിൽക്കുന്നത്. ഇന്നിപ്പോൾ അവസാന ദിവസത്തിലെ പ്രചാരണം അദ്ദേഹം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരിടത്ത് അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയാണ്. ജിതേന്ദ്ര അവാദിനെ പോലെ NCPയുടെ ഒരു കരുത്തനായ നേതാവിന്റെ തട്ടകത്തിലാണ് ഈ തരത്തിൽ അദ്ദേഹം സ്വീകരണം ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടെ ചൈത്യഭൂമിയിലെത്തി, അംബേദ്കർ സ്മാരകമായ ചൈത്യഭൂമിയിലെത്തി യാത്ര അവസാനിക്കുന്നു. പക്ഷേ നാളെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്രയ്ക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് ശക്തി തെളിയിക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തേക്കാളൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരുപക്ഷെ നോക്കിക്കാണുന്നത് നാളത്തെ ദിനമായിരിക്കും. നാളെ വൈകിട്ട് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് മുംബൈയിലെ ശിവാജി പാർക്കിൽ ഒരു ശക്തി പ്രകടന റാലി തന്നെ, ഒരു വമ്പൻ റാലി തന്നെ ഏതായാലും മഹാവികാസ് അഘാഡി ഒരുക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം ഒരുക്കങ്ങൾ നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിന്റെ സീറ്റ് ചർച്ച, മുന്നണിക്കകത്തുള്ള സീറ്റ് ചർച്ചകൾ തീർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. BJP ഇതിനോടകം തന്നെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മുന്നണിയിലെ ഏതാണ്ട് തർക്കങ്ങളൊക്കെ തന്നെ തീരുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കകത്ത് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഇതിപ്പോൾ രാവിലെ ശരത് പവാറിന്റെ മുംബൈയിലെ വസതിയായ സിൽവർ റോക്കിലേക്ക് എത്തി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഒപ്പം തന്നെ ബാലാസാഹിബ് തൊറോട്ട്, സംസ്ഥാനത്തെ മുതിർന്ന ഒരു നേതാവാണ്, അദ്ദേഹവും എത്തി ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇനിയും അവശേഷിക്കുന്ന സീറ്റുകളിൽ ചർച്ചകൾ പൂർത്തിയാക്കി എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും നേതാക്കൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും അത് അത്തരത്തിലൊരു നീക്കവും ഇതുവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല, ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നേരത്തെ ഒരു തവണ മഹാരാഷ്ട്രയിലൂടെ കടന്നുപോയപ്പോൾ അത് സംസ്ഥാനത്തിനകത്ത് ഒരു വലിയ ചലനം കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സംഘടനാ തലത്തിലും ഒക്കെ ഉണ്ടാക്കിയിരുന്നു എന്നത് വസ്തുതയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഭാരത് ജോഡോ ന്യായ് യാത്ര മുംബൈയിലേക്ക് എത്തുന്നു. അതിന്റെ സമാപനം പ്രൗഢഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ കൂടി നടക്കുകയാണ്. അവസാന ദിവസത്തിലെ രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്.